ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ വൈകിയ വേളയിൽ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേനും, അതായത് ഈ പ്രവീണിൻ്റെയും കൊച്ചുവിൻ്റെ അല്ലെങ്കിൽ പ്രവീൺ മൃദുല ഈ വിഷയത്തിൽ കുറച്ചധികം ആൾക്കാർ കമൻറ്റ് ബോക്സിലും അല്ലാതെയും ഇൻസ്റ്റാഗ്രാമിലടക്കം എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ പറഞ്ഞ പ്രവീണിൻ്റെ ആരാധകരായിരിക്കാം. ഞാൻ ആ വീഡിയോയിൽ പ്രവീണിന് ഐക്യദാർഢ്യം പറഞ്ഞിരുന്നു. പ്രവീണിന് വേണ്ട ഹെൽപ്പുകൾ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ നിയമസഹായമാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പ്രവീണിനെ കോൺടാക്ട് ചെയ്തിരുന്നു. സോ കുറച്ചധികം ആളുകൾ നമ്മൾ ഒരേ നാട്ടുകാരായതുകൊണ്ട് ഒരുപക്ഷേ മെസ്സേജ് അയച്ചതായിരിക്കും. പ്രവീണിനെ പോയി കാണണം, പ്രവീണിനെ സമാധാനിപ്പിക്കണം എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. സോ മനസ്സിലാക്കുന്നത് പ്രവീൺ ഇപ്പോൾ ഉള്ളത് തെന്മലയിലാണ്. തെന്മലയിൽ, അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിലും പ്രവീണില്ല, തെന്മലയിൽ ഉണ്ട്. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടിലല്ല, മറ്റെവിടെ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ വീട്ടിൽ, അതായത് ഇവരുടെ ഈ കുടുംബ വീട്ടിൽ ഇപ്പോൾ വീട് അടച്ചിട്ട നിലയിലാണ്. അതായത് പള്ളിക്കൽ റൂട്ടിൽ, ചടയമംഗലം പള്ളിക്കൽ റൂട്ടിൽ ബൈറൂട്ടാണ്. ആ ബൈറൂട്ടിൽ അവിടെ ആണ് ഇവരുടെ വീട്. ആ വീട് അടച്ചിട്ട നിലയിലാണെന്നാണ് നമ്മുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് 315, 16, 305 ആണെന്ന് തോന്നുന്നു. അതൊക്കെ ചുമത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. കാണിച്ച അങ്ങേറ്റം തെമ്മാടിത്തരവും പോക്കൃത്തരവുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ തന്തയെന്ന് പറയുന്ന ആൾ തന്തയല്ല, ഒരു തന്തയില്ലാത്ത മോനാണ്. കാരണം നമ്മുടെ കുടുംബത്തിലോട്ട് കയറി വന്ന ഒരു പെങ്കൊച്ചിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എത്ര വലിയ വഴക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒരിക്കലും ഈ രീതിയിൽ ടോർച്ചർ ചെയ്ത്, അതും പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണിനെ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി ഒരു തന്തയെന്ന് പറയുന്ന ഒരു നിന്ന് കൊടുക്കാൻ പാടില്ല. അവൻ തന്തയല്ല. തന്തയാണെങ്കിൽ അവൻ നിന്ന് കൊടുക്കത്തില്ല. കാരണം 19 വയസ്സുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തി ഒരിക്കലും ഈ രീതിയിൽ ഇളയ മോൻ മൂത്ത മോനെ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ മൂത്ത മോൻ്റെ ഭാര്യയെ ഇളയ മോൻ ചവിട്ടുമ്പോഴത്തേന് അത് കണ്ടിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച്, അല്ലെങ്കിൽ അവർ രണ്ടുപേരെ അടിക്കാൻ ശ്രമിക്കുക. ഏത് തന്തയാണ് ചെയ്യുന്നത്? അതുകൊണ്ട് അയാളെ തന്തയെന്ന് വിളിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഇനിവേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് സ്വമേധയാ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട്. മൃദുലയുടെ ഒരു മൊഴി നിർണായകമാണ്. മൃദുല മൊഴി കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇനി ഇവർ തമ്മിലൊരു യോജിപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യോജിക്കാമായിരുന്നെങ്കിൽ അന്ന് യോജിക്കാമായിരുന്നു. ഒരു പക്ഷേ യോജിക്കണമെന്ന തോന്നൽ ഇവരിൽ ഉണ്ടായിരുന്നിരിക്കാം. അതായത് ഈ പറഞ്ഞ ഡെലിവറിക്ക് ശേഷം ഇവർ ഹോസ്പിറ്റലിൽ പോവുകയും ജനങ്ങളെ ഒന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടി അവിടെ പോയി കൊച്ചിനെ എടുക്കുകയൊക്കെ ചെയ്ത്, അതും ദുരൂഹതയാണ്. അതെന്തുകൊണ്ടാണ് ഈ മൃദുലയും ഈ പറഞ്ഞ പ്രവീണും സമ്മതിച്ചത്? അതായത് ഈ പറഞ്ഞ ഒക്ടോബർ 27 അടി ഉണ്ടാവുന്നു, നവംബർ 10, 9 കൊണ്ടാണ് ഡെലിവറി. ആ സമയത്ത് അവിടെ പോകുന്നു. ഇത്രയും വലിയ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന, ഇത്രയും അധികം ബദ്ധവൈരികളായി മാറിയ ആളുകൾ വീണ്ടും അവിടെ പോയി ആൾക്കാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി കണ്ണി പൊടിയിടാൻ വേണ്ടി അവിടെ പോയി കൊച്ചിനെ എടുത്ത് ലാളിക്കുന്നു. പേരിന് വേണ്ടിയെങ്കിലും കൊച്ചിനെ എടുത്ത് ലാളിച്ചു. കൊച്ചിനെ എടുക്കാനുള്ള അവസരം അവർ കൊടുത്തു. ഒരുപക്ഷെ വീണ്ടും ഇവർ ഒന്നിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരം ഒരു നീക്കങ്ങളായിരിക്കാം നടന്നിട്ടുണ്ടാവുക. അതിനുശേഷം ഡെലിവറിക്ക് ശേഷം ഈ പയ്യൻ വീട്ടിൽ വന്നെന്ന് പറയുന്നു. ആ വീട്ടിൽ വന്ന സമയത്ത് ഒരുപക്ഷെ വീണ്ടും ഒരു അടി ഉണ്ടായിരുന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അതൊരുപക്ഷെ ഇവർ പുറത്ത് വിടാതിരിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു അടിയോ വിഷയങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം. അതായിരിക്കാം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ ഇവിടെ വന്ന് ചോദിക്കുന്ന ആൾക്കാർ എന്തിനാണ് രണ്ട് ഭാഗവും കേൾക്കാതെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ പറഞ്ഞ കൊച്ചുവിൻ്റെ അടുത്തും അല്ലെങ്കിൽ അച്ഛനും അമ്മേൻ്റെയും ഭാഗത്തും ശരികളുണ്ടായിരിക്കാം. ഈ പറഞ്ഞ പ്രവീൺ എന്ന് പറയുന്ന പയ്യൻ ഒരുപക്ഷെ തന്തയെ ആക്രമിച്ചായിരിക്കാം, തന്തയെ അടിച്ചിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും അതൊക്കെ പല ഫാമിലിയിലും ഉണ്ടാവുന്നതാണ്. തന്തയും മക്കളും തമ്മിൽ വഴക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, ചേട്ടനും അനിയനും തമ്മിൽ വഴക്ക് സർവ്വസാധാരണമാണ്. എന്നാൽ ആ വഴക്കിനിടയിൽ ഈ വന്നു കയറിയ പെണ്ണിനെ, അതായത് മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്ന ആ ഒരു പെങ്കൊച്ചിനെ സംബന്ധിച്ച് അതൊരു പുതിയ വീടാണ്. ആക്ച്വലി സ്വന്തം വീടാണെന്നും കയറി ചെല്ലുന്ന വീട് സ്വന്തം വീടാണെന്നൊക്കെ മൃദുല പറയുന്നുണ്ടെങ്കിലും അതൊരു പുതിയ വീടാണ് ആ പെങ്കൊച്ചിനെ സംബന്ധിച്ച്. ആ ഒരു സാഹചര്യത്തിൽ അവളെ ഇട്ട് ഈ രീതിയിൽ ടോർച്ചർ ചെയ്ത്, അതായത് പൂർണ്ണ ഗർഭിണിയായ 9 മാസം ഗർഭിണിയായ ഈ ഒരു പെണ്ണിനെ ഈ രീതിയിൽ ടോർച്ചർ ചെയ്യുക, മാനസിക പ്രയാസം ഉണ്ടാക്കുക. ഒരുപക്ഷെ ജനിക്കുന്ന കുഞ്ഞിന് പോലും ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അംഗവൈകല്യം സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ ഇനി അതുപോലെ ഈ പെങ്കൊച്ച് പെട്ടെന്ന് കയറി വല്ല ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ ഇമാരെല്ലാം തൂങ്ങത്തില്ലേ? ഈ കൊച്ചു എന്ന് പറയുന്നതിന് എത്ര വർഷം ജയിലിൽ കിടന്നേനെ? ഇവിടെ കാല ഉയർത്തി ചവിട്ടിയെന്ന് പറയുന്നു. അതിനാരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുവരാൻ ഞാൻ നേരത്തെ പറഞ്ഞോളെങ്കിൽ അനിയന്മാർ ചെറുക്കന്മാർക്കുള്ള തന്തയിലായ്മയാണിത്. അവർക്ക് എന്തും ചെയ്യാന്നുള്ളൊരു ധാരണയുണ്ട്. ഈ അനിയന്മാർക്കാണ് പൊതുവെ. ചേട്ടന്മാർ സാധാരണ പാവത്തങ്ങളാണ്. ചേട്ടന്മാർ ചെയ്യാറില്ല, അടികൊള്ളികളാണ് പൊതുവെ ഈ ചേട്ടന്മാർ. ഏത് വീട്ടിലെടുത്ത് നോക്കിയാലും അനിയന്മാരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുക. പൊതുവെ എല്ലാ വീട്ടിലെയും അനിയന്മാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ചേട്ടന്മാർ പൊതുവെ അടികൊള്ളികളാണ്. ഈ പാവപ്പെട്ട ചേട്ടന്മാർ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവും. കാരണം വീട്ടുകാരോട് ഏറ്റവും അറ്റാച്ച്മെന്റ് എപ്പോഴും കാണിക്കുന്നത് അനിയന്മാരാണ്. അനിയന്മാർ എന്ത് തോന്നിവാസം കാണിച്ചാലും, എന്ത് ചെറ്റത്തരം കാണിച്ചാലും, ചേട്ടന്റെ ഭാര്യയെ കയറി പിടിച്ചാലും അടിച്ചാലും ഒരു വിഷയമില്ല. വീട്ടുകാരെപ്പോഴും തന്തയും തള്ളയും അനിയൻ സപ്പോർട്ടായിരിക്കും. ഈ അനിയൻ ചെറുക്കൻ അവരുടെ കൂടെ ശിഷ്ടകാലം കഴിയും, അല്ലെങ്കിൽ ഇവരെയും നോക്കുമെന്നൊക്കെയുള്ള തെറ്റായ മൂഢധാരണകൾ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പലതും ചെയ്യുന്നത്. ഇനി ഈ അനിയൻ ചെറുക്കൻ ഈ ചേട്ടത്തിയുമായിട്ട് വലിയ രീതിയിലുള്ള അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു, സ്വന്തം പെങ്ങളെ പോലെ ആയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു സ്നേഹപ്രകടനമൊക്കെ നിൽക്കുമ്പോഴും ഈ പറഞ്ഞ പെങ്കൊച്ചിനെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവനില്ല. ഇവൻ അത്രയും വലിയ അടിക്കാരനാണെങ്കിലും പുറത്തിറങ്ങി അടിക്കാൻ ശേഷിയുള്ളവരോട് അടി കൂടട്ടെ. അത്രയും വലിയ അടിക്കാരനാണെങ്കിൽ വീട്ടിൽ കിടന്ന് അടി കൂടുന്നവരാണത്തോല്ല. വീട്ടിൽ കിടന്ന് തന്തയായിട്ടും തള്ളയായിട്ടും അതുപോലെ തന്നെ
ചേട്ടന്റെ ഭാര്യയായിട്ടും വീട്ടിലുള്ള സ്വന്തം ഭാര്യയായിട്ടും ഒക്കെ അടി കൂടുന്നു. ഒന്നിനും കഴിവില്ലാത്ത ഊളകളാണ് ഈ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാകുന്നത്. പൊതുവെ വീട്ടിൽ വഴക്കുണ്ടാകുന്ന ഭാര്യമാരായിട്ട് വഴക്കുണ്ടാകുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ വരും പൂച്ചയായിരിക്കും. പുറത്തിറങ്ങി ആരെങ്കിലും ഇവനൊക്കെ ചെവിക്കൽ പുളക്കാർ അടി കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷത്തോടെ കൊണ്ടുകൊണ്ട് പോകുന്ന ടീമുകളായമാരെ പുറത്തിറങ്ങി ഒന്ന് ശബ്ദിക്കാൻ പോലും ശേഷിയില്ലാത്തവന്മാരാ. വീട്ടിലെ വലിയ മാസം ഭയങ്കര അടിയും ബഹളമൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഈ ചേട്ടന്റെ ഭാര്യയെ തല്ലിയാൽ അല്ലെങ്കിൽ അവളെ ചവിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ അത് തെറ്റാണ്. ഒരിക്കലും അത് അനുവദിച്ചുകൂടാ. നാളെ ഈ പെണ്ണ് അവിടെ പോയി കഴിഞ്ഞാൽ നാളെ ഉപദ്രവിക്കും. അത് മാത്രമല്ല, ഈ പറഞ്ഞ കൊച്ചുവിന്റെ കല്യാണം വരാൻ പോകുന്നു പറയുന്നു. കൊച്ചു കല്യാണം കഴിക്കാൻ പോകുന്നത് വളരെ സുന്ദരിയായിട്ടുള്ള പെണ്ണാണെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും ഇനി അങ്ങനെ ഒരു സാരി ഉണ്ടായി കഴിഞ്ഞാൽ ഈ പെണ്ണിന് കൂടുതൽ അടിയായിരിക്കും അത്. കാരണം ഈ പെണ്ണിനെ ഓൾറെഡി കളിയാക്കുന്നുണ്ട്, തന്റെ മകന് പറ്റിയ അത്രയും ഗുഡ് ലുക്കിംഗ് അല്ല എന്നൊക്കെയുള്ള രീതിയിൽ അവഹേളിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലൊക്കെയുള്ള ടോക്ക് വരുന്നത്. ഈ ഇളയറക്കന്റെ കല്യാണം കൂടെ കഴിക്കുകയാണെങ്കിൽ ഈ കൂടുതൽ തിക്താനും ഒരുപക്ഷെ ഈ പെണ്ണ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യങ്ങളിലേക്ക് എത്തിയേക്കാം. അതുകൊണ്ട് ഇവരുടെ വീട്ടിൽ രണ്ടാമത് ഇനി പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, വീണ്ടും ഒന്നിക്കണം, നിങ്ങളുടെ വീഡിയോ കാണണം എന്നൊക്കെ പറയുന്ന ഈ കണ്ണാപ്പികൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇനി കൂടുതൽ ഈ ബന്ധം വഷളാവത്തേ ഉള്ളൂ. ഈ തന്തയെ പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേന് അദ്ദേഹം JCB ഡ്രൈവർ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇവരുടെ വീഡിയോ കാണാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. JCB ഡ്രൈവറാണ്. ഇദ്ദേഹത്തെ പറ്റി ചടയങ്കലം ഏരിയയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ നമുക്ക് വീണ്ടും ശ്രമിക്കാം, നാളെ വീണ്ടും ശ്രമിക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഈ പറഞ്ഞ പയ്യന്റെ വീട് കണ്ടുപിടിക്കാൻ തമ്മലയിലോ അല്ലെങ്കിൽ ചടയമംഗലത്തോ നമുക്ക് പോയി കണ്ടുപിടിച്ച് ഏതെങ്കിലും തരത്തിൽ ഇവരെ ഒന്ന് നിയമസഹായത്തിനോ അല്ലെങ്കിൽ ഇവർ ഒന്നിക്കുവാണെങ്കിൽ ഒന്നിക്കട്ടെ, നമുക്ക് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ രീതിയിൽ അഡ്വൈസ് കൊടുക്കാം. നമ്മുടെ നാട്ടുകാരനോടാണ്, ഇത്രയും അധികം ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ചാനലൊക്കെ ഉള്ള വ്യക്തികളാണ്. വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഈ രീതിയിൽ നാണം കെട്ട ഒരു രീതിയിലേക്ക് ഇവരുടെ ഒരു ഫാമിലി വ്ലോഗ് പോയത് തീർത്തും വൾഗറായി പോയെന്നുള്ളതാണ്. കാരണം ഈ ഒരു വിഷയങ്ങളൊക്കെ വന്നു എന്ന് അറിഞ്ഞപ്പോഴെങ്കിലും ഇവർ കുറച്ചു കാലം വീഡിയോകൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കണമായിരുന്നു. പിന്നീട് ഇവർ ഈ വീഡിയോകൾ ഇട്ടതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതങ്ങ് ഹൈഡ് ചെയ്ത് വെക്കണം ഈ വിഷയങ്ങൾ. എന്തെങ്കിലും ഇവർ ഒന്നിക്കുവാണെങ്കിൽ ഒന്നിക്കട്ടെ, അല്ലെങ്കിൽ രണ്ട് നിലയിൽ വീഡിയോ ഇട്ട് പോവുക. ഈ വിഷയങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരണ്ടായിരുന്നു എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അടിയും പ്രശ്നങ്ങളൊക്കെ ഏത് വീട്ടിലും ഉണ്ടാവും. ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ മാത്രമേ അടി ഉണ്ടാകത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ ക്യാമറ എന്തോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ നടന്നു പോയപ്പോഴത്തേന് വഴക്ക് പറഞ്ഞപ്പോഴാണ് അടി ഉണ്ടായെന്ന് പറയുന്നു. ഈ പറഞ്ഞ മൂത്ത പയ്യൻ അങ്ങോട്ട് കയറി ഇളയ പയ്യനെ തല്ലിയിരിക്കാം, ആദ്യം ആക്രമിച്ചിരിക്കാം, ശരിയായിരിക്കും. മൂത്ത പയ്യനാണ്, സ്വാഭാവികമായിട്ട് അവൻ തന്നെ ആയിരിക്കാം തല്ലിയത്. അപ്പോൾ അവൻ തല്ലിയതിന്റെ ഇരട്ടിയായിട്ട് ഈ ഇളയ പയ്യൻ തല്ലിയപ്പോൾ ഈ പറഞ്ഞ തന്തയും തള്ളയും സപ്പോർട്ട് ചെയ്ത് ഇവനെ പിടിച്ചു വെച്ച് തല്ലിയെന്നാണ് പറയുന്നത്. അവന്റെ ദേഹത്ത് പാടുകളുണ്ട്. പാടുകൾ നമ്മൾ വ്യക്തമായി കണ്ടു. മറ്റവരുടെ അവസ്ഥ നമ്മൾ കണ്ടില്ല. അവരെ തല്ലിയെന്നോ അവരുടെ ദേഹത്ത് പാടുകളുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇനി ഇത്തരം ഒരു തല്ലുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ദൈവം അനുഗ്രഹിച്ച ഈ രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലി, ഏതാണ്ട് 8-9 ലക്ഷം രൂപ വരെ മാസ വരുമാനം ഇവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്, യൂട്യൂബിൽ നിന്ന് മാത്രം. സോ ആ രീതിയിൽ ദൈവം അനുഗ്രഹിച്ച ഒരു ഫാമിലിക്ക്, ഇത്രയും അധികം സപ്പോർട്ടുള്ള ഫാമിലിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ അങ്ങേയറ്റം തെണ്ടിത്തരം തന്നെയാണ്. അച്ഛൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, എനിക്ക് ഇദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോഴേ സംശയം തോന്നിയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു ഓവർ എളിമയും ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആനപ്പാപ്പാന്റെ ലുക്കും, ഇദ്ദേഹം അത്ര കണ്ട് നല്ല വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അദ്ദേഹത്തിന്റെ ഒരു ഫേസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അത്ര ഈ വീഡിയോ കാണുന്ന ആൾക്കുള്ള അത്ര പവിത്രമായ നിഷ്കളങ്കമായ മനസ്സുള്ള ഒരാളാണ് എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. എനിവേ അതെന്തോ ആയിക്കോട്ടെ, ഈ കാണിച്ചത് പോക്കത്തരവും തെമ്മാടിത്തരവും ചെറ്റത്തരവും തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പ്രവീണിനും മൃദുലയ്ക്കും സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. മറ്റൊരു ഉപദ്രവം നേരിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു കുടുംബത്തിൽ ഉണ്ടാവുന്ന സ്വാഭാവിക പ്രക്രിയ തന്നെയാണ്. പക്ഷേ വന്നു കയറിയ ഒരു പെണ്ണിനെ ഈ രീതിയിൽ കാണിച്ചത് ചെറ്റത്തരം തന്നെയാണ്. തീർച്ചയായും അതിന് ശിക്ഷ അനുഭവിക്കണം. അതിന് വേണ്ടത് ഈ മൃദുലയുടെ മൊഴിയാണ്. സോ അതിന് വേണ്ട നടപടികൾ ആരെങ്കിലും എടുത്തോ എന്നുള്ള കാര്യം വേണമെങ്കിൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ രീതിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അത് വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇനി ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തു. ഗർഭിണിയായ പെൺകൊച്ചിനെ ഉപദ്രവിക്കുന്നതൊക്കെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇത്രയും അധികം വകുപ്പുകളുള്ള ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസ് ആണ്. 10 വർഷം വരെ വേണമെങ്കിൽ ശിക്ഷ കിട്ടാം. ഒരിക്കലും അതൊരു തികച്ചും ലാഘവത്തോടെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. സോ തീർച്ചയായും അത്തരം അപ്ഡേറ്റുകൾ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി തീർച്ചയായും പ്രവീണിനെയും അല്ലെങ്കിൽ മൃദുലയും ബന്ധപ്പെടാൻ വേറെ 1-2 യൂട്യൂബേഴ്സ് എന്നെ വിളിച്ചിരുന്നു. തീർച്ചയായും ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ അച്ഛനും കൊച്ചുമൊക്കെ മുങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ വീട് അടച്ചിട്ട നിലയിലാണ്. അതുപോലെ തന്നെ പ്രവീൺ തെമ്മലയിൽ എവിടെയോ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആണെന്നറിയില്ല. എനിവേ എന്തെങ്കിലും തരത്തിലുള്ള നിയമോപദേശം കൊടുക്കാനുള്ള ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. അവർക്ക് അതിന്റെ ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായും നൽകാൻ നമ്മൾ തയ്യാറാണ്. തീർച്ചയായും അത്തരം അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.